ഗായുവിൻ്റെ കല്യാണത്തലേന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ വേഗം തന്നെ വീട്ടിലോട്ട് വന്നതായിരുന്നു. അപ്പോൾ കുറേ നാളായി മുടി വെട്ടിയിട്ട്, അപ്പോൾ ഒന്ന് മുടിയൊക്കെ വെട്ടണം, എല്ലാം ഒന്ന് സെറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ വന്നത്. അങ്ങനെ ഞാൻ മുടി വെട്ടാൻ പോയി. ഹെയർ ഞാൻ സ്റ്റെപ്പ് കട്ടായിരുന്നു ചെയ്തത്. മുടിയെല്ലാം വെട്ടി സെറ്റായി നേരെ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് എണ്ണക്കടികളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടെത്തി ചായയും കുടിച്ച് സ്നാക്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലുവിന് ഫുഡ് കൊടുത്തതിന് ശേഷം ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 6 മണി 6:30 ആവുന്ന സമയത്താട്ടോ ഇറങ്ങിയത്. അവന് ഫുഡെല്ലാം കൊടുത്ത് അവനെ സെറ്റാക്കിയതിന് ശേഷം ഇറങ്ങിയത്. അങ്ങനെ ദേ അവളുടെ വീടെത്തി. അവൾ മെഹന്തിയൊക്കെ ഇട്ട് നിൽക്കുന്നു. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓഡിറ്റോറിയത്തിലായിരുന്നു. വീട്ടിലായിരുന്നു ഇവൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. വന്നു കഴിഞ്ഞത് കുട്ടിനെ നേരെ ഗാർഡൻ്റെ കൊടുത്തു കേട്ടോ. നമുക്കല്ലെങ്കിലും ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കുട്ടിനെ എടുക്കാൻ വലിയ ആൾക്കാരുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാനും ഗാഥയും കൂടെ വാങ്ങിയൊരു ഗിഫ്റ്റ് ഗായുവിന് കൊടുക്കായിരുന്നു. ഗാഥ ഇത് കൊടുക്കാൻ പോലും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തത് ഡയമണ്ടിൻ്റെ ഒരു റിംഗ് ആയിരുന്നു കൊടുത്തത്. അവൾ ശരിക്കും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു റിംഗ് ഞങ്ങൾ തരുന്ന. അവൾക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ പോയപ്പോൾ മുതൽ കവറിനകത്ത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടീൻ്റെ ഫീഡിംഗ് ബോട്ടിലാന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യായിരുന്നു. അവൾ ശരിക്കും ഷോക്ക് ആവണ പോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഗാഥ പിന്നെ ക്യാഷ് മാത്രമേ തന്നുള്ളൂ. എൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചൂസ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് അതിനുള്ള പെർമിഷനും തന്നു. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തതാണ് ഈ ഡയമണ്ട് റിങ്. അവൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയായി. അവൾ ഭയങ്കര ഷോക്കായി. അവൾ കരഞ്ഞു. സത്യത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അവൾ കരഞ്ഞതിനല്ല കേട്ടോ, പക്ഷേ ആ ഒരു മൊമെൻ്റ് ബ്യൂട്ടിഫുൾ ആയതിനാണ് എനിക്ക് ഇത്ര ഹാപ്പി ആയിരുന്നു. ഇനി എങ്ങനെ ഡയമണ്ട് റിംഗ് ആണോന്നൊക്കെ വിശ്വസിച്ചില്ലെങ്കിൽ അതിൻ്റെ കാർഡ് വരെ ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇത് ഡയമണ്ട് റിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അവൾ പിന്നെ അവളുടെ വീട്ടുകാർ ഫ്രണ്ട്സിനെ അവിടെയുള്ളവരെയൊക്കെ വിളിച്ച് കാണിച്ചത്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇവർ രണ്ടുപേരും പെട്ടെന്ന് സെറ്റായിട്ടു. അത് കഴിഞ്ഞ് പിന്നെ കുറേ ഡാൻസും വീഡിയോ എടുക്കലും പാട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോഴാണ് അവൾ റിംഗ് എടുത്ത് ശരിക്കും നോക്കുന്നത്. മെഹന്തിയൊക്കെ കഴുകിയതിന് ശേഷം അവൾ റിംഗ് ഇട്ട് നോക്കുമായിരുന്നു. അതിന് മുമ്പ് തന്നെ കൊള്ളുന്നുണ്ടോയെന്ന് വേഗം നോക്കി. മെഹന്തിൻ്റെ മേലെ കൂടെ തന്നെ ഞാൻ ഇട്ട് നോക്കി കൊള്ളുന്നുണ്ടോയെന്ന്. കാരണം എനിക്ക് അത്രയും ടെൻഷനായിരുന്നു അതെങ്ങാനും കൊള്ളാതാവുമെന്ന്. അവൾക്ക് കൊടുത്ത റിങ്ങും വെച്ച് പ്രൊപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാളും കൂടെ. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ട് ഗോൾ അടിക്കാൻ നോക്കുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അത്യാവശ്യം ആൾക്കാരൊക്കെ പോയപ്പോഴാണ് പിന്നെ ഞങ്ങളുടെ ബഹളം തുടങ്ങിയത്. ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടായിരുന്നു. ശരിക്കും ഈ ഒരു മൊമെൻറ്റ് ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതായിരുന്നു. അവൾ അത്ര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവളുടെ മാരേജ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൂടാൻ പറ്റണമെന്ന്. എനിക്ക് അല്ലൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇപ്പം എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു. എൻ്റെ കല്യാണത്തിന് അവൾ വന്നിട്ടില്ല കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ മെല്ലെ ഇറങ്ങിട്ടോ. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ വീടെത്തിയിട്ട് നാളത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ കിടന്നത്. അപ്പം ഇനി കല്യാണ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ.